ബഹ്റൈൻ പോർട്ടിൽ കിടന്ന അമേരിക്കൻ ഫ്ലാഗുള്ള കപ്പലിനെ ഏതോ അജ്ഞാതമായ എന്തോ വന്ന് ഇടിച്ച് തീ പിടിച്ചു. പിന്നെ വെസൽ ഒഴിപ്പിച്ചു. എല്ലാവരും സുരക്ഷിതരാണ്. ഇതാണ് ഒരു വാർത്ത. രണ്ടാമത്തെ വാർത്ത, ഈ US വിമാനങ്ങൾ വെടിവെച്ചിട്ടത് കുവൈറ്റ് അബദ്ധത്തിൽ ചെയ്തതാണ്, ഒരു സാങ്കേതിക പിഴവാണ് എന്നൊക്കെയാണ് അമേരിക്കയുടെ വാദം. അടി കിട്ടിയാൽ അടി പറ്റിയാൽ അത് പറയുന്നത് ലോക പോലീസിനൊരു നാണക്കേടാണ്. അങ്ങനെ ചെയ്യുന്നത് മോശവുമാണ്. F-15 ജെറ്റ് എന്നൊക്കെ പറയുന്നത് അമേരിക്കയുടെ വളരെ ഫ്ലാഗ്ഷിപ്പ് സാധനങ്ങളാണ്. ഏത് ലോകത്തും എവിടെയും കയറി എന്തും ചെയ്യാൻ കഴിയുന്നത് എന്നൊക്കെ അമേരിക്ക പ്രഖ്യാപിക്കുന്ന സാധനമാണ്. നമ്മുടെ റഫേലിനേക്കാളൊക്കെ വലിയ മികച്ചതും ഏതുയരങ്ങൾ താണ്ടുന്നതുമാണെന്നൊക്കെയാണ് പറയുന്നത്. അത് ഇറാൻ വെടിവെച്ചിട്ടു എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമാകും, നെഞ്ചു പിളർക്കുന്ന കാര്യമാണ്. എന്ന് മാത്രവുമല്ല, അത് കുവൈറ്റാണ് വെടിവെച്ചിട്ടത് എന്ന് പറയുന്നത് പോലും ക്ഷീണമാണ്. കാരണം കുവൈറ്റിന് വെടിവെച്ചിടാൻ പാകത്തിലാണ് F-15 പറക്കുന്നത് എന്ന് വന്നാൽ പിന്നെ ലോക പോലീസിന് എന്ത് വിലയാണുള്ളത്? അതുകൊണ്ടാണ് സാങ്കേതിക പിഴവ് കൂടി അതിനകത്ത് ചേർത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാങ്കേതിക പിഴവ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ കുവൈറ്റിന് വെടിവെച്ചിടാൻ പറ്റിയത് എന്നാണ് പറയുന്നത്. യുദ്ധമെന്ന് പറയുന്നത് ഒരു കൂട്ടം നുണകളാണ്. ഒന്നും പോയില്ല, നമുക്കൊന്നും നഷ്ടം വന്നില്ല എന്നൊക്കെ പറയും. എന്താണോ ഭരണകൂടം പറയുന്നത് അതങ്ങ് അംഗീകരിക്കുക തന്നെ വേണം. അതിനോട് ആരെങ്കിലും ചോദ്യം ചോദിച്ചു പോയാൽ അത് രാജ്യദ്രോഹമാകും, ദേശദ്രോഹമാകും. എന്നാൽ മറ്റു പലർക്കും ഇത് പറയാൻ കഴിയും. ഈ വിമാനം ഇങ്ങനെ തകർന്നു വീണതും വെടിവെച്ചിട്ടതും അത് ഇറാനാണ് തകർത്തത് എന്നൊക്കെ പറയുന്നത് വലിയ മോശമായതുകൊണ്ടാണ് രാവിലെ മുതൽ ഇതിനകത്ത് പലതരം അഭ്യാസങ്ങൾ എടുക്കുന്നത്. കടലിൽ ഷിപ്പുകളിലൊക്കെയും പലതരത്തിലുള്ള അറ്റാക്കുകളും ആക്രമണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതിലൊന്നാണ് സ്റ്റെനാഫെന എന്ന് പറയുന്ന ഒരു ഷിപ്പ്. ആ ഷിപ്പ് ബഹ്റൈൻ പോർട്ടിനോട് ചേർന്നാണ് കിടന്നിരുന്നത്. അതിൽ അമേരിക്കൻ പതാകയുണ്ടായിരുന്നു. ആ പതാക നോക്കിയാണ് ആക്രമിച്ചത്. ആർക്കും ഒരു കാഷ്വാലിറ്റിയും ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. അതാണ് മറ്റൊരു നുണ. ഇപ്പോൾ ഇസ്രയേലിൻ്റെ ഓഫീസ് ആക്രമിച്ചു എന്ന് പറഞ്ഞു. ഇസ്രയേലിനും അമേരിക്കയ്ക്കുമുള്ളതിനേക്കാൾ ശക്തമായ മിസൈലുകൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ദീർഘദൂര മിസൈലുകളുണ്ട്. എത്ര അകലത്ത് നിന്ന് വേണമെങ്കിലും അടിക്കാം. പക്ഷേ അവരുടെ മിസൈലുകൾക്ക് അതിൻ്റെ ചിത്രമെടുക്കാനുള്ള ആധുനികതയില്ല. ഇസ്രയേൽ അടിക്കുന്ന മിസൈലുകൾക്കെല്ലാം ആ ഹിറ്റ് ചെയ്യുന്നതിൻ്റെ പിക്ചേഴ്സ് സാറ്റലൈറ്റ് വഴി ആക്സസ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. എന്നാൽ ഇറാൻ്റെ മിസൈലുകൾക്കതില്ല. അതുകൊണ്ടാണ് ഇറാൻ തകർത്തു എന്ന് പറയുമ്പോൾ അത് പുറത്തറിയിക്കാതിരിക്കാൻ സന്ദേശം അയക്കുകയും ആരും പുറത്തുവിടരുതെന്ന് പറയുകയും ഒന്നും സംഭവിച്ചില്ല എന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഏതായാലും അടി അതിശക്തമായി നടക്കുകയാണ് പരസ്പരം.